സോപ്പ് മാത്രമായാൽ നമുക്ക് എക്സിബിഷന് പോയാൽ സോപ്പ് മാത്രം എല്ലാവരും വാങ്ങണമെന്നില്ല. കാരണം 10 രൂപ കൊടുത്താലും സോപ്പ് കിട്ടും. 100 രൂപ. എന്റെ സോപ്പിന് 100 രൂപയാണ്. മോള് വരികയാണെങ്കിൽ 10 രൂപയുടെ സോപ്പ് തിരഞ്ഞെടുക്കും, 100 രൂപയുടെ സോപ്പ് തിരഞ്ഞെടുക്കും. അതാണ് ഈ പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു, അടുത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇതെല്ലാം ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് മറ്റൊരാൾക്ക് ഹ്യൂമൻ ബോഡിയിൽ ടച്ച് ചെയ്ത പ്രശ്നമില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് മേക്ക് ചെയ്യാൻ. അങ്ങനെ ഞാൻ എന്നിൽ തന്നെ പരീക്ഷണം നടത്തും, എൻ്റെ ഹസ്ബൻഡിൽ പരീക്ഷണം നടത്തി ഏറ്റവും നല്ല കൂട്ടാണ് ഞാൻ ഉണ്ടാക്കിയതാക്കുക. അത് ഹെർബൽ ഓയിൽ വരെ. അതൊക്കെ ദേവിയാണ് എനിക്ക് മറന്നു. ഈ ഹെർബൽ ഓയിലിന്റെ പേര് എനിക്കും മരുന്ന് പറഞ്ഞത് ഇതിലുള്ള എനർജിയാണ് കേട്ടോ. അല്ലാതെ ഇത് ഞാൻ പുറത്തു പോയി പഠിച്ചല്ല. അത് നല്ല റിസൾട്ടുള്ള ഓയിലായി മാറി. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പൊ ഇതിങ്ങനെ ആയേക്കുമ്പോൾ നല്ല രീതിയിൽ ഞാൻ മേക്കിംഗ് തുടങ്ങി. അപ്പൊ എനിക്ക് അത്യാവശ്യം വരുമാനമായി. വലിയ ആൾക്കാരുടെ, അതായത് നോർത്തിലേക്ക്, ബോംബെ, ഗുജറാത്ത്, ചെന്നൈ അയക്കാൻ തുടങ്ങി. അയച്ചിട്ട് അവർ ലാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പറഞ്ഞിട്ട് അവരെനിക്ക് ഓർഡർ തന്നു. ഈ ഓർഡർ തരുമ്പോൾ GST ഒക്കെ എടുക്കണം. GST ഒക്കെ എടുത്ത് ഒരു പേരൊക്കെ ഞാൻ വെച്ച് കമ്പനി എന്നുള്ള നേമിൽ തുടങ്ങി. പക്ഷെ എന്താ കുഴപ്പമെച്ചാൽ ഇവിടെ നമുക്കൊരു ലാബ് വേണമെങ്കിൽ 10 ലക്ഷം രൂപയോളം വേണം. ഒരു ലാബ് ഫെസിലിറ്റിയിലാണ് നമുക്ക് ഹെർബലായാലും കെമിക്കലായാലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത്രയും പൈസ ഇറക്കിയിട്ട് ഞാനിത് നഷ്ടത്തിൽ ഓടിയിട്ട് കാര്യമില്ല. കാരണം വലിയ കമ്പനികളാണ് ഇവിടെ. കുത്ത കമ്പനികളോട് നിൽക്കുമ്പോൾ നമ്മൾ ഈ പട്ടിക്കാട്ട് കിടന്നിട്ട് ഈ കുഞ്ഞിതിനു വേണ്ടി ഇറങ്ങിയ അത് എഫേർട്ടാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ.